വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് ചാപ്റ്ററിലെ MCQs ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ഡു കാർബൺ ഫാമിലി ഫോം? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2. അപ്പൊ കാർബൺ ഫാമിലിക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യാനായിട്ട് കാപ്പബിലിറ്റി ഉള്ളത്, മോണോക്സൈഡ്സും ഡയോക്സൈഡ്സും. ഓക്കെ, മോണോക്സൈഡ്സിന്റെ ഫോം വരുന്നത് MO ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, സിലിക്കൺ മോണോക്സൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മോണോക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഫാമിലിയുടെ കേസിൽ ബേസിക് നേച്ചർ ആയിരിക്കും ഉള്ളത്. ദെൻ ഡയോക്സൈഡിന്റെ ടൈപ്പ് വരുന്നത് MO2 ടൈപ്പ് ആണ്. എക്സാമ്പിൾ വരുന്നത് കാർബൺ ഡയോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ് ഒക്കെയാണ്. ഇത് അസിഡിക് നേച്ചർ ആയിരിക്കും ഇവർക്കുള്ളത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2. Next question, which of the following allotropes of carbon are hard in nature? Option A charcoal, option B diamond, option C graphite, option D fullerenes. ഹാർഡസ്റ്റ് അലോട്രോപ്പ് ഓഫ് കാർബൺ എന്ന് അറിയപ്പെടുന്നത് ഡയമണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഈ അലോട്രോപ്പിക് കാർബണിന്റെ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ഫോം ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അതിന് 3-dimensional polymeric structure ആയിരിക്കും ഉള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദി ഹാർഡസ്റ്റ് നോൺ സബ്സ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ കോവാലന്റ് സോളിഡ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 3650 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിയുമാണ്. Next question, which of the following is not a property of carbon monoxide? Option A odorless, option B colorless, option C water insoluble, option D oxidizing agent. അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് ഇതൊക്കെയാണ്. കളർലെസ്, ഓഡർലെസ് ആൻഡ് ഓൾമോസ്റ്റ് വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദെയർ ഓർസ് ലൈക്ക് ഫെറസ് ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. അപ്പൊ ഇവിടെ നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് കാർബൺ മോണോക്സൈഡ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിച്ച് ഈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ്. ആക്ച്വലി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ആറ്റം? ഓപ്ഷൻ എ +1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി -2, ഓപ്ഷൻ ഡി +2. ഓക്സിജൻ ആറ്റത്തിന്റെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നോബിൾ ഗ്യാസ് കൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആസ് ദാറ്റ് ഓഫ് നിയോൺ എലമെന്റ്. റെയർ ആയിട്ട് ഓക്സിജൻ ആറ്റം +1ഉം -1 ഓക്സിഡേഷൻ സ്റ്റേറ്റും എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, -1 സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് പെറോക്സൈഡ്സിന്റെ കേസിലാണ്. ഓക്കെ, ഇനി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നത് ഓക്സിജൻ ഫ്ലൂറൈഡിന്റെ കേസിലാണ്, OF2. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഡസ് നോട്ട് എക്സിബിറ്റ് അലോട്രോപ്പി? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി ആന്റിമണി, ഓപ്ഷൻ ഡി ബിസ്മത്ത്. അപ്പൊ അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സിന്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. അതായത് പ്രോപ്പർട്ടി ഓഫ് കെമിക്കൽ എലമെന്റ്സ് ടു എക്സിസ്റ്റ് ഇൻ 2 or more different forms in the same physical state. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓരോ ഓപ്ഷന്റെയും അലോട്രോപ്പിക് ഫോംസ് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നൈട്രജന്റെ അലോട്രോപ്പിക് ഫോം ആണ് ആൽഫ നൈട്രജൻ ആൻഡ് ബീറ്റ നൈട്രജൻ. ദെൻ ഫോസ്ഫറസിന്റെ അലോട്രോപ്പിക് ഫോംസ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ് ഫോംസ് ആണ്. ദെൻ ആന്റിമണിയുടെ അലോട്രോപ്പിക് ഫോം ആണ് വൈറ്റ്, യെല്ലോ ആൻഡ് ബ്ലാക്ക് ഫോംസ്. ഇവിടെ അലോട്രോപ്പിക് ഫോംസ് എക്സിബിറ്റ് ചെയ്യാത്തത് ബിസ്മത്ത് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എ സിലിക്കേറ്റ്? ഓപ്ഷൻ എ Si4-, ഓപ്ഷൻ ബി SiO-, ഓപ്ഷൻ സി SiO4, ഓപ്ഷൻ ഡി SiO4 4-. അപ്പൊ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് സിലിസിക് ആസിഡ്, അതായത് H2SiO3 ആണ് അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് സിലിസിക് ആസിഡിന്റെ. അപ്പൊ ഈ സിലിസിക് ആസിഡിന്റെ മെറ്റൽ ഡെറിവേറ്റീവ് ആണ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് മെറ്റൽ ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റൽ കാർബണേറ്റിനെ സാൻഡ് വെച്ചിട്ട് ഫ്യൂസ് ചെയ്താൽ നമുക്ക് സിലിക്കേറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് SiO4 4- ആണ്. എക്സാമ്പിൾ വരുന്നത്
സിർക്കോൺ ആണ്. അതായത് ZrSiO4 is an example of silicate. So ഇവിടെ correct answer option D ആണ്, SiO4 4-. Next question, what is the primary product of Haber-Bosch process? Option A ammonia, option B nitric acid, option C nitrous acid, option D pyridine. അപ്പോൾ Haber-Bosch പ്രോസസ്സിന്റെ പ്രൈമറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയ ആണ്, ഓർ NH3. ഈ ഒരു പ്രോസസ്സിൽ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഹൈ ടെമ്പറേച്ചർ ഓഫ് അറൌണ്ട് 700 കെൽവിനിൽ റിയാക്ട് ചെയ്യും, ആൻഡ് ഓൾസോ അറ്റ് 200 atmospheric pressure in the presence of iron bud catalyst. അപ്പൊ ഈ Haber-Bosch പ്രോസസ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്. അത് ലേശാലെ പ്രിൻസിപ്പളിന് അക്കോർഡിംഗ് ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നൈട്രിക് ആസിഡ് ഓസ്വാൾഡ്സ് പ്രോസസ് വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then nitrous acid is produced by reacting sodium nitrite with a mineral, and pyridine obtain ചെയ്യുന്ന പ്രോസസ് ഏതാണ്? Chichi-Babin പ്രോസസ് ആണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അമോണിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷേപ്പ് ഈസ് ദി HNO3 molecule in its gaseous state? ഓപ്ഷൻ എ bent, ഓപ്ഷൻ ബി ലീനിയർ, ഓപ്ഷൻ സി പ്ലാനാർ, ഓപ്ഷൻ ഡി സീസോ. ഗേഷ്യസ് സ്റ്റേറ്റിൽ HNO3 അഥവാ നൈട്രിക് ആസിഡ് മോളിക്യൂളിന് ട്രയാങ്കുലർ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ്, പ്ലാനാർ. Next question, what catalyst is used for oxidation of ammonia to produce nitric acid? Option A palladium hydride, option B sodium amalgam, option C platinum rhodium gas, option D vanadium oxide. അമോണിയ നൈട്രജൻ ഓക്സൈഡിലേക്ക് ഓക്സിഡൈസ്ഡ് ചെയ്യുന്നത് പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയം ഗേസ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്, ആൻഡ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 500 കെൽവിൻ ആൻഡ് എ പ്രഷർ ഓഫ് 9 bars. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു നൈട്രജൻ ഓക്സൈഡിനെ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡിനെ പിന്നീട് നൈട്രജൻ ഡയോക്സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ടൈമിൽ നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലാറ്റിനം റോഡിയം ഗേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does nitrogen show anomalous properties with respect to other elements in group 15? Option A nitrogen has low ionization enthalpy, option B nitrogen atom has high inter-electronic repulsions, option C nitrogen molecule bears a triple bond, option D absence of vacant d orbitals. But nitrogen group 15 elementsനോട് anomalous properties എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുള്ള റീസൺസ് ആണ് പറയുന്നത്. നൈട്രജൻ ആറ്റത്തിന് സ്മോൾ സൈസ് ആണ്, ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, ഹയസ്റ്റ് അയണൈസേഷൻ എന്തൽപി ആണ്, ആൻഡ് ഓൾസോ വേക്കന്റ് ഡി ഓർബിറ്റൽസ് അവിടെ ആബ്സെന്റും ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഓൾ എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 15. അപ്പം അത് തന്നിരിക്കുന്നതിൽ ആ ഒരു റീസൺസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, which is specified as absence of vacant d orbitals. Next question, which of the following statements is incorrect regarding dinitrogen pentoxide? Option A, it is basic in nature. Option B, it is also known as anhydride of nitric acid. Option C, it exists as a colorless solid below 273 Kelvin. Option D, the oxidation state of nitrogen is +5. ഡൈനൈട്രജൻ പെന്റോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ 5 ഓക്സൈഡ് ഓർ അൺഹൈഡ്രൈഡ് ഓഫ് നൈട്രിക് ആസിഡ്, ഇതെന്ന് പറയുന്നത് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ആണ്, വിച്ച് ഈസ് അസിഡിക് ഇൻ നേച്ചർ. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ഡൈനൈട്രജൻ പെന്റോക്സൈഡിൽ വരുന്നത് +5 ആണ്. ഇറ്റ് എക്സിസ്റ്റ് ആസ് എ സോളിഡ് ബിലോ 273 Kelvin and decomposes to form nitrogen dioxide, nitric oxide and oxygen above a temperature of 273 Kelvin. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഈ ഐഡിയാസ് വെച്ചിട്ട് ഏതാന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ആക്ച്വലി ഡൈനൈട്രജൻ പെന്റോക്സൈഡ് എന്താണ്, അസിഡിക് നേച്ചർ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അലോട്രോപ്പ് ഓഫ് ഫോസ്ഫറസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ? ഓപ്ഷൻ എ വൈറ്റ് ഫോസ്ഫറസ്, ഓപ്ഷൻ ബി റെഡ് ഫോസ്ഫറസ്, ഓപ്ഷൻ സി ബ്ലാക്ക് ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി ഫോസ്ഫിൻ. അപ്പൊ ബ്ലാക്ക് ഫോസ്ഫറസ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ അലോട്രോപ്പ് ഓഫ് ഫോസ്ഫറസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇൻ എയർ ഈവൻ അപ് ടു 673 Kelvin. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 860 Kelvin ആണ്.
Okay, so ഇവിടെ correct answer option C ആണ് black phosphorus. Next question, phosphine is prepared from which of the following methods? Option A, by reacting calcium phosphide with water or dilute HCl. Option B, by directly reacting phosphorus with hydrogen. Option C, by passing dry chlorine over P2H4. P2H4 എന്ന് പറയുന്നത് diphosphine ആണ്. Then option D, heating while phosphorus with halides. അപ്പൊ ഫോസ്ഫീനെ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് മെത്തേഡിൽ നിന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ബൈ റിയാക്ഷൻ ഓഫ് കാൽഷ്യം ഫോസ്ഫൈഡ് വിത്ത് വാട്ടർ ഓർ ഡൈലൂട്ട് HCl ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. സോ വിത്ത് വാട്ടർ അല്ലെങ്കിൽ ഡൈലൂട്ട് HCl ഫോസ്ഫിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി സൾഫർ, ഓപ്ഷൻ സി ടെലൂറിയം, ഓപ്ഷൻ ഡി പൊളോണിയം. അപ്പൊ ഇവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് പൊളോണിയം ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബാക്കിയുള്ള എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ മോസ്റ്റ് നോൺ മെറ്റാലിക് എലമെന്റ് ആണ് ഗ്രൂപ്പ് 16ലെ. ദെൻ സൾഫർ എന്താണ്, ഓൾസോ എ ടൈപ്പ് ഓഫ് നോൺ മെറ്റൽ ആണ്. ടെലൂറിയം എന്ന് പറയുന്നത് ഒരു മെറ്റലോയിഡ് ആണ്. ഓക്കെ, ദെൻ പൊളോണിയം മെറ്റാലിക് ഇൻ നേച്ചർ ആണ്, ബട്ട് ഈസ് റേഡിയോ ആക്റ്റീവ്. Next question, which of the following methods is used to form ozone from oxygen? Option A, standard electric discharge. Option B, silent electric discharge. Option C, thermal decomposition. Option D, heating in an atmosphere of excess oxygen. അപ്പോൾ ഓസോൺ ഓക്സിജനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് ഡിസ്ചാർജ് വെച്ചിട്ടാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ട്യൂബിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ടു ഫോം ഓസോൺ ഫ്രം ഓക്സിജൻ. Next question, which of the following halogen exists as a solid at room temperature? Option A, chlorine. Option B, fluorine. Option C, iodine. Option D, bromine. ഹാലോജൻസിന്റെ സൈസ് ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് വാൻഡർവാൾസ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസും എന്താണ്, ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ ആസ് എ റിസൾട്ട് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആറ്റംസ് ഗ്യാസ് ആയിട്ടാണ് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ബ്രോമിൻ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അയോഡിൻ ആണ് സോളിഡ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി അയോഡിൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രൈ HCl ഗ്യാസ്? ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ബി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ സി അമോണിയം ഹൈഡ്രോക്സൈഡ്, ഓപ്ഷൻ ഡി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇപ്പൊ ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണുള്ളത്. അത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Next question, which of the following is true about interhalogen compounds? Option A, they have unpaired electrons. Option B, they are highly stable. Option C, they are diamagnetic. Option D, they are paramagnetic. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കോവാലന്റ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയമാഗ്നറ്റിക് നേച്ചർ ആണ് ഉള്ളത്. ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് റിയാക്റ്റീവ് കോമ്പൗണ്ട്സ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ബോൺ പെയർസും ഉണ്ട്, ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദേ ആർ ഡയമാഗ്നറ്റിക് ഇൻ നേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫോർ നോബിൾ ഗ്യാസസ്? Option A, greater than 0. Option B, less than 0. Option C, equal to 0. Option D, it is not defined for noble gases. നോബിൾ ഗ്യാസിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്കില്ല. ആൻഡ് therefore they have large positive values of electron gain enthalpy. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, greater than 0. Next question, which of the following noble gases do not occur in the elemental state in the atmosphere?
ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി നിയോൺ, ഓപ്ഷൻ സി ആർഗൺ, ഓപ്ഷൻ ഡി റേഡൺ. അപ്പൊ ഇവിടെ എലമെന്റൽ സ്റ്റേറ്റിൽ അറ്റ്മോസ്ഫിയറിൽ ഒക്കർ ചെയ്യാത്ത നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റേഡൺ ആണ്. ഇതാണ് 18th ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിലെ ലാസ്റ്റ് മെമ്പർ ആയിട്ടുള്ളത് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഓൾസോ ഇറ്റ് ഈസ് റേഡിയോ ആക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് all other noble gases except radon occur in elemental state in atmosphere. Okay. So, അപ്പോൾ ഇത്രയേ ഉള്ളൂ P block elements chapterലെ MCQs. Thank you.